മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഈ ലോകം കീഴടക്കുക എന്നാൽ. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന വചനം കേട്ടവർ, വചനം വിശ്വസിക്കുന്നവർ, വചനം വായിക്കുന്നവർ പോലും പലപ്പോഴും അനുസരിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോകുന്നു. നമ്മൾ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം മക്കളുണ്ടായിരുന്നു. എന്നാൽ 1971-72 കാലഘട്ടങ്ങളിൽ ഒരു പ്രചരണം ആരംഭിച്ചു. ആ പ്രചരണം ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ ചില സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രചരണം എങ്ങനെയാണ് തുടങ്ങിയത്? കുട്ടികൾ 2 or 3. കുറേ കഴിഞ്ഞ സമയത്ത് 1977 അടിയന്തരാവസ്ഥയുടെ സമയത്ത് ആ പ്രചരണത്തിൻ്റെ ശൈലി ഒന്ന് മാറി. ആ ശൈലി ഇങ്ങനെ മാറി, നാം 2 നമുക്ക് 2, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾ മതി എന്ന രീതിയിലായി. കുറേ കൂടെ കഴിഞ്ഞ് 1984-85 കാലഘട്ടങ്ങളിലേക്ക് കടന്നു വന്ന സമയത്തിൻ്റെ പ്രചരണം മാറി. നമ്മളൊന്ന് നമുക്ക് ആരുമിണ്ടുന്നില്ല. മുമ്പ് ധാരാളം മക്കളുണ്ടായിരുന്നു, പിന്നെ 3 ആയി 2 ആയി, നമ്മൾ 1 നമുക്ക് 1, അതുകൊണ്ട് ഒരു കുഞ്ഞ് മതിയെന്നു. ദൈവവചനം കേൾക്കുന്നവരും വിശ്വാസികളുമായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ മക്കളെ ദൈവം നൽകാൻ തയ്യാറുണ്ടെങ്കിലും ആ മക്കളെ സ്വീകരിക്കുന്നതിന് പകരം കുടുംബ ആസൂത്രണം എന്ന പേരിൽ, ആ വാക്ക് എന്നെ കുടുംബം ആസൂത്രണം ചെയ്യാന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ വരവ് ചെലവുകളെ ക്രമീകരിക്കുക എന്നാണ്. എന്നാൽ ഞാൻ അധ്വാനിക്കുകയും അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കുകയും ആ സമ്പത്തിൻ്റെ ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ശരിയായ തരത്തിൽ വിഭജിച്ച് നൽകി എനിക്ക് ദൈവം നൽകുന്ന മക്കളെ പോറ്റുന്നതിന് എന്ന പ്രായോഗിക സമീപനം സ്വീകരിക്കുന്നതിന് പകരം എൻ്റെ വരുമാന സ്രോതസ്സുകളെ ഞാൻ വർദ്ധിപ്പിക്കുകയും എൻ്റെ വരുമാന സ്രോതസ്സ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ എൻ്റെ ഭൗതികമായ സുഖം കുറയുമെന്ന മിഥ്യാധാരണ ആളുകളുടെ ഇടയിൽ കടന്നു വന്നുകൊണ്ട് മക്കളെ ജനിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നു വന്നു. പന്നീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ 13 സ്ത്രീകൾ മരിച്ചു. ആ 13 സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞ സമയത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ഇവരോട് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ പ്രമുഖരും പ്രഗത്ഭരുമായ ഡോക്ടർമാരുടെ പാനലാണ്. അവർ പറഞ്ഞു, ഈ സ്ത്രീകൾ മരിക്കുന്നതിനുള്ള കാരണം, സ്ത്രീകളെയല്ല വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്യേണ്ടത്, വാസക്ടം എന്ന പേരിൽ പുരുഷന്മാർക്ക് വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പ്രയാസമില്ല, ഇവർ മരിക്കില്ലായിരുന്നു. മരിച്ച ആളുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നു, ഇത് സ്ത്രീകൾക്ക് ചെയ്യുന്നതിന് പകരം പുരുഷന്മാർക്ക് ചെയ്തെങ്കിൽ സ്ത്രീകൾ മരിക്കില്ലായിരുന്നു. നമ്മുടെ ചിന്താഗതി, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു വരുന്ന ചിന്താഗതി മനുഷ്യൻ്റെ ഭൗതികമായ നിലനിൽപ്പിൻ്റെ തന്നെ അടിച്ചമർത്തപ്പെടുന്ന തലത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ജനസംഖ്യ വർധനവ നിരക്കിനെ കുറിച്ച് ഔദ്യോഗിക മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ ജനന നിരക്ക് ഇപ്പോൾ 0.8 അതായത് 2 പേര് മരിക്കുന്നുണ്ടെങ്കിൽ ആ 2 പേര് മരിച്ചെടുത്ത് 2 പേര് പുതിയതായിട്ട് ജനിക്കുന്നില്ല. 3 പേര് മരിക്കുമ്പോഴാണ് അവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ കെട്ടിടങ്ങളും തോട്ടമൊക്കെ ഉണ്ടാവും, അവിടെ മനുഷ്യരൊന്നും ഉണ്ടാവില്ല. വിദേശ രാജ്യങ്ങളിൽ, US പോലുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് സബ്സിഡി കൊടുത്ത്, അല്ലെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നവർക്ക് സൗജന്യമായ ചികിത്സ, ആശുപത്രി ചെലവുകൾ, കുട്ടികളെ പഠിക്കാനുള്ള എല്ലാവിധ പ്രചോദനം, പ്രോത്സാഹനം, അവിടെ മക്കളെ കൂട്ടുവാൻ ഗവൺമെൻറ് പ്രചോദനം, പ്രോത്സാഹനം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ദേശത്ത് നേരെ എതിരെ മക്കളെ കുറയ്ക്കുവാനുള്ള പ്രചരണം കടന്നു വരുന്നു. ഇത് തികച്ചും വചനവിരുദ്ധമായ ഒരു ചിന്താഗതിയാണ്. എൻ്റെ അടുത്തൊരാൾ വന്നിട്ട്, ഞാനിങ്ങനെ ചെന്നൈയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എത്ര മക്കളുണ്ടാവുന്ന ബ്രദർ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സാമ്പത്തിക ശേഷി, നിങ്ങളുടെ ധനസ്ഥിതി, കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ദൈവത്തിന് ചേർന്ന മക്കളാക്കാൻ നൽകുന്ന കൃപ അനുസരിച്ച് നിങ്ങളെ മക്കളെ ജനിപ്പിക്കണമെന്ന്. ഉടനെ പിന്നെയും എന്നോട് ചോദിച്ചു, എത്ര മക്കളുണ്ടാവുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉത്തരം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കണക്ക് എന്നൊരു വിഷയം പഠിക്കുന്ന സമയത്ത് സബ്സ്ട്രാക്ഷൻ, എഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്ന 4 പ്രോപ്പർട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ലളിതമായ ഒരു കാര്യമുണ്ട്. ആ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾ പെരുകി വർദ്ധിക്കണമെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പെരുകുകയാണെങ്കിൽ, എന്നാൽ വിവാഹം കഴിക്കുന്നവർ എത്ര പേരാ? 2 പേര് ചേർന്നാണ് വിവാഹം കഴിക്കുന്നത്. ആ 2 പേര് ചേർന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ ദൈവം പറയുന്നു പെരുകുക എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പെരുകണം? 2 പേരുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പഠിക്കുന്നു, 2 × 2 = 4. അതുകൊണ്ട് ഞാൻ ഈ സഹോദരനോട് മിനിമം 4 കുഞ്ഞുങ്ങളെങ്കിലും ജനിപ്പിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി.
നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് എബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എന്തായിരിക്കാം ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന സമയത്ത് പല വ്യാഖ്യാനങ്ങളും പലരും പറയാറുണ്ട്. ഒന്ന്, വിശ്വാസികളുടെ പിതാവാണ് എബ്രഹാം. എബ്രഹാമിലൂടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം മുതലാണ് വിശ്വാസികളുടെ തുടർച്ച സംഭവിക്കുന്നത്. അതുകൊണ്ട് എബ്രഹാമിൻ്റെ പുത്രനാണ് ഇസഹാക്ക്. ഇസഹാക്ക് വാഗ്ദാനപ്രകാരം ജനിച്ചു. ആ ഇസഹാക്കിന് 2 പുത്രന്മാരുണ്ടായി. അതിൽ യാക്കോബാണ് അനുഗ്രഹം പ്രാപിച്ചത്. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് യാക്കോബിലൂടെയാണ് പരമ്പര മുഴുവൻ കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ എബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇതിന് ഞാനൊരു പുതിയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഈ സമയത്ത് നമുക്ക് അതിനെ ചിന്തിക്കാൻ, നിങ്ങളുടെ മനസ്സിലേക്ക് അത് സ്വാംശീകരിക്കാനും സംഗ്രഹിക്കാനും നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യാം. എബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു സംഭവമുണ്ട്. ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ സമയത്ത് എബ്രഹാം ദൈവദൂതനോട് പറയുന്നൊരു മറുപടി ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കുക. എബ്രഹാം ഇങ്ങനെയാണ് ദൈവദൂതനോട് പറയുന്നത്: കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എബ്രഹാമിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ആടുമാടുകളുണ്ടായിരുന്നു, കാലികളുണ്ടായിരുന്നു, കഴുതകളുണ്ടായിരുന്നു, ഒട്ടകമുണ്ടായിരുന്നു, ധാരാളം അടിമകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കുക എന്ന് പറയുന്ന സമയത്ത് ദൈവത്തോട് എബ്രഹാം പറയുന്നു, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലം, എന്ത് അനുഗ്രഹം ലഭിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നീ എനിക്ക് എന്ത് തന്നാലും എൻ്റെ കാലശേഷം അത് ആർക്ക് കിട്ടും? എൻ്റെ അടിമകൾക്ക് നേതൃത്വം നൽകുന്ന എലിയാസറിന് ഇതെല്ലാം ലഭിക്കും. അത് ലഭിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ധ്യാന മന്ദിരങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും അവിടെ വരുന്ന ആളുകളോട് നിങ്ങൾക്ക് ഭൗതികമായ ആത്മീയമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിൽ എഴുതി തരാനായിട്ട് പറയുന്ന സമയത്ത്, വേളാങ്കണ്ണിയിലെ ധ്യാനാശ്രമം ധ്യാന മന്ദിരത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് എല്ലാ മാസം മലയാളത്തിൽ അവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് 100-ലധികം ആളുകൾ അവിടെ കടന്നു വരാറുണ്ട്. ആ കടന്നു വരുന്ന ആളുകൾ എഴുതി തരുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകൃപയാൽ ഞാൻ വായിക്കാറുണ്ട്. ആ വായിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഭൗതികമായ ആവശ്യങ്ങൾ, ജോലി വേണം, വിവാഹം നടക്കണം, വീട് പണിയണം, വിദേശ രാജ്യങ്ങളിൽ പോകാൻ വിസ കിട്ടണം, പ്രൊമോഷൻ കിട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കാറുള്ളത്. ഞാൻ ഈ ഇങ്ങനെ ചോദിക്കുന്ന ചില ആളുകൾ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ടോ? അപ്പം മക്കളില്ലാത്ത ആളുകളും കാറ് വേണം, വീട് വേണം, ഇതൊക്കെ തന്നെയാണ് അവരുടെയും ആവശ്യം. പക്ഷെ എബ്രഹാം ദൈവത്തോട് പറഞ്ഞു, സന്താനങ്ങളില്ലാത്ത എനിക്ക് ദൈവമേ നീ എന്ത് തന്നാലും എന്ത് പ്രയോജനം? അതുകൊണ്ട് തന്നെ ദൈവം എബ്രഹാമിനൊരു വാഗ്ദാനം നൽകി. ആ വാഗ്ദാനം, നിനക്ക് ഞാൻ മക്കളെ നൽകി അനുഗ്രഹിച്ചു. നമുക്കറിയാം ഹാഗാറിൻ്റെ സംഭവം. പിന്നീട് സാറ ഇസഹാക്കിന് ജന്മം നൽകുന്നു. എന്തായാലും ദൈവം വാഗ്ദാനം നൽകി. ആ വാഗ്ദാനം നൽകി ദൈവം മക്കളില്ലാത്ത പ്രായമായ എബ്രഹാം, വൃദ്ധയായ സാറ, വന്ധ്യയായ സാറയ്ക്ക് ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ബൈബിളിൽ ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നത്. തുടർന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, സാറയുടെ മരണശേഷം എബ്രാഹാം കെത്തൂറ എന്ന സഹോദരിയെ വിവാഹം കഴിച്ചു. ആ കെത്തൂറയിൽ എബ്രാഹാമിന് വീണ്ടും 6 കുഞ്ഞുങ്ങളെ കൂടെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായ എബ്രാഹാമിന് 8 മക്കൾ ഉണ്ടായിരുന്നു. സാറയിൽ ജനിച്ച ഒരു കുഞ്ഞ്, ഹാഗാറിൽ ജനിച്ചൊരു കുഞ്ഞ്, കെത്തൂറയിൽ ജനിച്ച 6 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 8 കുഞ്ഞുങ്ങൾ എബ്രാഹാമിനുണ്ടായിരുന്നു. വിശ്വാസികളുടെ പിതാവായ എബ്രാഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എബ്രാഹാമിന് 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. നമ്മളിൽ പലർക്കും എത്രയുണ്ട്? എനിക്ക് 3 ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും മിണ്ടുന്നില്ല. നിങ്ങളുടെ ചിന്തയുടെ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് അറിഞ്ഞും അറിയാതെയും ഒരു കുറ്റബോധം മനസ്സിൻ്റെ ഉള്ളിലൂടെ പോകുന്നതുകൊണ്ട് നമ്മുടെ നാവുകൾ ചലിക്കുവാൻ തന്നെ പ്രയാസമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് 2 കുഞ്ഞുങ്ങളുണ്ടായി പ്രസവം നിർത്തിയ ഒരു സഹോദരി വന്നിട്ട് എന്നോട് ചോദിച്ചു, സഹോദര, ഇത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. ഞാൻ എൻ്റെ പ്രസവം നിർത്തി അതിൻ്റെ സർജറി എല്ലാം നടത്തി, ഇനി എനിക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഞാൻ അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
ഞാൻ പറഞ്ഞതിന് വളരെ ലളിതമാണ്. മെഡിക്കൽ സയൻസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. റീകനലൈസേഷൻ സർജറി എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ തൃശ്ശൂർ പരിസരത്ത് നടക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെ കാര്യം എനിക്കറിയില്ല. നിങ്ങൾ ഈ സർജറിക്ക് വിധേയമാവുന്ന സഹോദരിമാർക്ക് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാവാം. നിങ്ങൾക്ക് ഈ സർജറിക്ക് വിധേയമാവുകയും വീണ്ടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്നാണ്. അങ്ങനെ ചെയ്ത പലർക്കും ദൈവം നല്ല സൗന്ദര്യവും ബുദ്ധിയും ആരോഗ്യവും ശക്തിയും ഒക്കെയുള്ള നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. കൈകളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വിശ്വാസികളുടെ പിതാവായ എബ്രാഹിമിൻ്റെ മകനായ ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ 25-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഇസഹാക്കിൻ്റെ വിവാഹശേഷം ഇസഹാക്കിന് മക്കളുണ്ടായിരുന്നില്ല. ഇസഹാക്കിൻ്റെ ഭാര്യയായ റെബേക്കയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ആ കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വചനം കൃത്യമായിട്ട് പറഞ്ഞു, ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യ, അല്ലെങ്കിൽ ഈ റെബേക്കയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല, സന്താനോൽപാദന ശേഷിയുള്ള ഇല്ലെന്ന് മനസ്സിലാക്കിയ ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്ന് വചനം പറയുന്നു, കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. കർത്താവ് ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ടു, റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. ആ റെബേക്ക അങ്ങനെ ഗർഭിണിയായ സമയത്ത് സാധാരണഗതിയിൽ പറയും ഒരു കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ദൈവം എത്ര കുഞ്ഞുങ്ങളെ നൽകി? ഒരു പ്രസവത്തിൽ തന്നെ 2 കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ചോദിച്ചത് 1, ലഭിച്ചത് 2. കൈകളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനിത് പറയുന്നത് മക്കളില്ലാത്ത ദമ്പതിമാർ ഈ പ്രോഗ്രാം എവിടെയെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് വളരെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കണമെന്ന തീവ്രമായ ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നു, യാക്കോബ് ഇസഹാക്കിൻ്റെ 2 മക്കളായ 2ാമത്തെ മകനായ യാക്കോബ് വിവാഹം കഴിച്ചു. ആ യാക്കോബ് വിവാഹം കഴിച്ചത് ആദ്യം ലാബാൻ്റെ മകളായ ലേയയാണ് വിവാഹം കഴിച്ചത്. ആ ലേയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. ആ 2 കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം പിന്നീട് ലേയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. ആ കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് ലേയ വന്നിട്ട് യാക്കോബിനോട് പറയാണ്, എനിക്ക് മക്കളെ തരിക. ഉൽപ്പത്തി പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. എന്നാൽ യാക്കോബ് ലേയെ ഉപദേശിക്കുന്നു, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം ലേയുടെ പ്രാർത്ഥന കേട്ടു, അവൾ വീണ്ടും ഗർഭം ധരിച്ചു, അവൾക്ക് വീണ്ടും കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, നിങ്ങൾക്ക് 1 കുഞ്ഞുണ്ട് അല്ലെങ്കിൽ 2 കുഞ്ഞുണ്ട്, പക്ഷേ പിന്നീട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല, അങ്ങനെ ആരെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ അവർ ഈ നിമിഷം കണ്ണുകളടച്ച് സ്വർഗത്തിൽ നേരെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ആളുകളും ദയവായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും 1 കുഞ്ഞുണ്ട്, ഇനി പിന്നീട് കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവരെല്ലാം ഓർത്തുകൊണ്ട് കണ്ണുകളടച്ച് ഒരു നിമിഷം സ്വർഗത്തിന് നേരെ കരങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഉറക്കെ പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. ദൈവത്തിൻ്റെ ഒരു വിടുതൽ ജനം അനുഭവിക്കട്ടെ. എല്ലാ ബന്ധനത്തിൻ്റെ നുഖങ്ങൾ തകർന്നു പോട്ടെ. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യശാസ്ത്രം പറയുന്നു സ്പേമിൻ്റെ കൗണ്ട് കുറവാണ്, X ക്രോമോസോം Y ക്രോമോസോം എന്നൊക്കെ പറഞ്ഞ് ജനത്തെക്കുറിച്ച് പലതും പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി ഇപ്പോൾ അവരിലേക്ക് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 1 കുഞ്ഞുണ്ട്, കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നാൽ പലവിധ തടസ്സപ്പെട്ട് നിന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം ടെലിവിഷനിലൂടെ ലോകത്ത് എവിടെയെല്ലാം കാണുന്നുണ്ടോ, ഇന്റർനെറ്റിലൂടെ ഈ പ്രോഗ്രാം കാണുന്നു, അവരിലേക്കെല്ലാം ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്വർഗം തുറന്ന് സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ സമൂഹം മുഴുവൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, അങ്ങ് പ്രാർത്ഥന കേട്ട പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മൾ വീണ്ടും വായിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം 14 കൊല്ലത്തിന് ശേഷം യാക്കോബ് റേച്ചൽ എന്ന സഹോദരിയെ, ലേയുടെ ഇളയ സഹോദരിയെ വീണ്ടും വിവാഹം കഴിക്കുന്നു. ലാബാന്റെ ഭവനത്തിൽ 14 വർഷം അടിമവേല ചെയ്തതിന് ശേഷമാണ് വീണ്ടും യാക്കോബ് വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിഞ്ഞ സമയത്ത് വചനം പറയുന്നു, റേച്ചലിന് വിവാഹശേഷം മക്കൾ ഉണ്ടായില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, മക്കളെ നൽകുവാൻ സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് ലേയയോട് അസൂയ തോന്നി. കുഞ്ഞുങ്ങളില്ല, പക്ഷെ കുഞ്ഞുങ്ങളുള്ളവരോട് അസൂയ തോന്നി. യാക്കോബിനോട് അവൾ പരാതി പറയുന്നു.
ആ പരാതി പറയുന്ന സമയത്ത് 30-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യാക്കോബ് ഇങ്ങനെ മറുപടി തന്നു, ദൈവമല്ലേ നിനക്ക് സന്താനത്തെ നിഷേധിച്ചിരിക്കുന്നത്. 30-ാമത്തെ അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്ന സമയത്ത് 22-ാമത്തെ വാക്യത്തിൽ എത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം റാഹേലിനെ സ്മരിച്ചു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേട്ട് വന്ധ്യത്വം അവസാനിപ്പിച്ചു. ചേർന്ന് പറഞ്ഞേ, ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് അവളുടെ വന്ധ്യത്വം അവസാനിപ്പിച്ചു. മക്കളില്ലാതിരുന്ന സമയത്ത് അവൾ ആദ്യം മക്കളുള്ളവരെ കുറിച്ച് അസൂയപ്പെട്ടു, രണ്ടാമത് ഭർത്താവിനോട് മക്കളെ തരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. എന്നാൽ അവസാനം ശരിയായ മാർഗത്തിലേക്ക് ദൈവത്തിൻ്റെ പിൻചൊല്ലുവാൻ അവൾ തുടങ്ങിയ സമയത്ത് വചനം പറയുന്നു, ദൈവം റാഹേലിനെ സ്മരിച്ചു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേട്ടു, അവളുടെ വന്ധ്യത്വം അവസാനിപ്പിച്ചു. അവൾക്ക് പിന്നീട് നമ്മൾ വായിക്കുന്നു, ദൈവം അവൾക്ക് മക്കളെ നൽകി അനുഗ്രഹിച്ചു. അവൾ 30-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ദൈവം എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞു. അല്ലെങ്കിൽ മക്കളില്ലാതിരിക്കുന്നത് ഒരു അപമാനമായി കരുതുന്ന സമൂഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ദൈവം അവളുടെ വന്ധ്യത്വം എടുത്തു മാറ്റി. ദൈവം അവൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച സമയത്ത് അവൾ എങ്ങനെ പറഞ്ഞു, ദൈവം എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞു. നമ്മൾ വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ മറ്റൊരു ദമ്പതികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ മനോവ ഒരു കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മനോവയ്ക്ക് ജീവിത പങ്കാളി ഉണ്ടായിരുന്നു, എന്നാൽ മനോവയ്ക്ക് മക്കളില്ലാതിരുന്ന മനോവയുടെ ഭാര്യ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ നമ്മൾ ഈ സംഭവം വായിക്കുന്നുണ്ട്. ദൈവദൂതൻ മനോവയുടെ ഭാര്യ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവദൂതൻ മനോവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ മനോവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. ഒരാൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആശ്വാസവചനങ്ങളല്ല ദൈവദൂതൻ കടന്നു വന്ന് പറഞ്ഞത്. ദൈവദൂതൻ കടന്നു വന്ന് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. ഇത് കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സഹോദരിയുടെ ദുഃഖം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? സ്വാഭാവികമായിട്ട് ഈ ദുഃഖം കൂടും. എന്നാൽ തുടർന്ന് അവൾ പ്രാർത്ഥന നിർത്തുന്നില്ല. ദൈവദൂതൻ പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവദൂതൻ എന്താ പറഞ്ഞേ? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആദ്യം പറഞ്ഞു നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം പറഞ്ഞ് ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെ പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ വാഗ്ദാന പ്രകാരം, ദൈവിക സന്ദേശപ്രകാരം അവൾ പ്രാർത്ഥിച്ചു. ദൈവം മക്കളെ നൽകി അനുഗ്രഹിച്ചു. ആ മകനാണ് ആരാണ്? ശക്തനായ മനുഷ്യൻ. ആരായിരുന്നു? സാംസൺ എന്ന മകനെ ദൈവത്തിൻ്റെ വചനപ്രകാരം, ദൈവത്തിൻ്റെ ദൂത് പ്രകാരം ലഭിച്ച മകനായിരുന്നു. അവൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അവൻ പാപം ചെയ്ത സമയത്ത് അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. അവൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. കുട്ടികൾ അവനെ കൊണ്ട് സർക്കസ് കളിപ്പിച്ചു. അവസാനം അവൻ്റെ തൂണിൽ ഫിലിസ്തീയർ ഇവൻ്റെ അഭ്യാസ പ്രകടനം കാണുന്നതിന് വേണ്ടി 3000-ലധികം ഫിലിസ്തീയർ ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് ഇരുന്നു. അവനെ തൂണിൽ ബന്ധിച്ച് നിർത്തിയ സമയത്ത് അവൻ അവിടെ വന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഇതിൻ്റെ പ്രധാനപ്പെട്ട തൂണ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുക. അവിടെ കടന്നു ചെന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ ശക്തി എൻ്റെ ഉള്ളിലേക്ക് ഒഴുകി തരണമേ. അവൻ ആ കെട്ടിടത്തിൻ്റെ തൂണുകളെ തകർത്ത് താഴെയിട്ടു. ആ തൂണ് വീഴുന്ന സമയത്ത്, അവൻ്റെ അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് 3000-ലധികം വിജാതീയ ഫിലിസ്തീയരെ കൊന്നൊടുക്കുവാൻ അവന് സാധിച്ചു. കൈകളടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വീണ്ടും സാമുവലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഹന്ന എൽക്കാന എന്ന ദമ്പതികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഹന്ന എൽക്കാന ദമ്പതികളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഹന്നയ്ക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. എന്നാൽ എൽക്കാന വീണ്ടും ഹന്ന എൽക്കാന ദമ്പതികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന സമയത്ത് പറഞ്ഞാൽ എൽക്കാന അവിടുത്തെ പുരോഹിതനായിരുന്നു. പുരോഹിതനായ എൽക്കാനയ്ക്ക് ഒരു ഭാര്യയും 7 മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ എൽക്കാന വീണ്ടും 2ാമത് വിവാഹം കഴിച്ചതാണ് ഹന്നയെ. ആ ഹന്നയെ വിവാഹം കഴിച്ചതിന് ശേഷം ഹന്നയ്ക്ക് മക്കളുണ്ടായില്ല. ഹന്നയും എൽക്കാനയും കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് പോകാറുണ്ട്. ഹന്ന പ്രധാന ജെറുസലേം ദേവാലയത്തിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രധാന പുരോഹിതൻ കടന്നു വന്ന് ഹന്നയോട് ചോദിക്കുന്നു, നീ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിട്ടാണോ നീ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നത്? അവളിങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ ലഹരി പദാർത്ഥങ്ങളോ വീഞ്ഞോ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല.
എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ ദുഃഖം ഇറക്കി വെക്കുകയാണ്, കരഞ്ഞ് നിലവിളിക്കുകയാണ് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട്. എന്തിനു വേണ്ടിയാണ് കരഞ്ഞ് നിലവിളിച്ചത്? കാറ് വേണം, മൊബൈൽ ഫോൺ വേണം, ടാബ്ലറ്റ് വേണം, ലാപ്ടോപ്പ് വേണം. ഇന്നാണെങ്കിൽ അതിനൊക്കെ വേണ്ടി കരഞ്ഞ് നിലവിളിക്കും. അത് വാങ്ങിക്കൊടുത്തതിനെ കുഞ്ഞുങ്ങൾ പിണങ്ങുകയും വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ ഹന്ന കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് അവളെ വന്ധ്യത്തിൽ നിന്ന് അവളെ വിടുവിച്ചു. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ച് തുടർന്ന് വരുന്ന 19-ാമത്തെ വാക്യം എത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, ഹന്നയെ കർത്താവ് അനുസ്മരിച്ചു. എന്നാൽ അവളുടെ പ്രാർത്ഥനയ്ക്ക് മക്കളില്ലാതിരുന്നു. അവൾ ആരെയും കുറ്റപ്പെടുത്തിയില്ല. വൈദ്യശാസ്ത്രത്തിൽ അമിതമായ സ്വാധീനം അവളിൽ കടന്നു വന്നില്ല. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത് വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, ഹന്നയെ കർത്താവ് അനുസ്മരിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഹന്നയെ ദൈവം അനുഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ആ കുഞ്ഞിൻ്റെ പേരെന്തായിരുന്നു? ആ കുഞ്ഞിൻ്റെ പേരെന്തായിരുന്നു? ആ കുഞ്ഞിൻ്റെ പേരെന്തായിരുന്നു? ആ കുഞ്ഞിൻ്റെ പേര് സാമുവൽ എന്നായിരുന്നു. ആ കുഞ്ഞ് വളർന്ന് സാമുവൽ പ്രവാചകനായി മാറി. സാവൂളിനെ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാക്കി വാഴിച്ചത് സാമുവൽ പ്രവാചകനായിരുന്നു. സാവൂൾ ദൈവത്തിന് എതിരായി പ്രവർത്തിച്ച സമയത്ത് സാവൂളിനെ രാജ്യത്വത്തിൽ നിന്ന് എടുത്ത് മാറ്റി ദാവീദിനെ അഭിഷേകം ചെയ്തതും സാമുവൽ പ്രവാചകനായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് മുഴുവൻ സാമുവലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ ദൂത് കേൾക്കുവാനായിട്ട് അവന് കഴിഞ്ഞു. നമ്മൾ വായിക്കുന്നുണ്ട്, സാമുവലിനെ ഒരു ബാലനായിരുന്ന സമയത്ത് തന്നെ അവനെ ദേവാലയത്തിൽ 12 വയസ്സ് വരെ അവൻ ദേവാലയത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്നു. രാത്രി അവൻ കടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വരം കേട്ട സമയത്ത് പുരോഹിതനായ ഏലിയുടെ അടുത്ത് ചെന്ന് അവൻ ചോദിച്ചു, എന്നെ വിളിച്ചു വന്നു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല. വീണ്ടും ഒരു സ്വരം കേട്ട് അവൻ കടന്നു ചെന്നു. ആ കടന്നു ചെന്ന സമയത്ത് ഏലി വീണ്ടും ചോദിച്ചു, എന്നെ വിളിച്ചു വന്നു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല. പക്ഷേ ഏലി ഒരു ഉപദേശം കൊടുത്തു, ഇനി ഈ സ്വരം കേൾക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ മറുപടി പറയണം, അടിയൻ കേൾക്കുന്നു, ദൈവമേ എന്നോട് സംസാരിക്കണമേ. സ്പീക്ക് ടു മീ യുവർ ലോർഡ്, യുവർ സെർവന്റ് ഈസ് ലിസണിങ്. ദൈവമേ എന്നോട് സംസാരിക്കണമേ. അവൻ ആ സ്വരം കേൾക്കുവാനും ആ സ്വരം അനുസരിച്ച് ജീവിക്കുവാനും അവന് സാധിച്ചു. കാരണം അവൻ അവൻ്റെ അമ്മയായ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായിട്ട് ലഭിച്ച മകനായിരുന്നു. സാമുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ച് വാങ്ങിയതാണ്. ചേർന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി. മക്കളില്ലാത്ത ആരെങ്കിലും ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും ചോദിക്കുക, ദൈവമേ എനിക്കൊരു മകനെ തന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ ഹന്നയെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞങ്ങൾക്ക് വെളാങ്കണ്ണിയിൽ ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു അനുഷ്ക മിൽട്ടൺ എന്ന പേരിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വന്നു. ഈ സഹോദരി, ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ ചെന്നൈയിലുള്ള ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഈ സഹോദരി 6 പ്രാവശ്യം കൺസീവായി, 6 പ്രാവശ്യം 2 മാസം 3 മാസമായ സമയത്ത് ഈ കുഞ്ഞ് മരിച്ചുപോയി. ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത്. 6 പ്രാവശ്യം കുഞ്ഞുങ്ങളെ മരിച്ച സമയത്ത് ഡോക്ടർ ഉപദേശം നൽകി, ഇനി പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് അപകടമാണ്, അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഈ വിവരം ഭർത്താവിനോടും ഭാര്യയോടും കൂടെ വന്ന ഭർത്താവിൻ്റെ അമ്മയോടും പറഞ്ഞു. ഭർത്താവിൻ്റെ അമ്മ മകന് ഒരു ഉപദേശം കൊടുത്തു, ഇവൾ മച്ചിയാണ്, ഇനി ഇവൾ ഒരിക്കലും പ്രസവിക്കില്ല, നീ അതുകൊണ്ട് ഇവളെ ഡൈവോഴ്സ് ചെയ്തിട്ട് നീ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. പക്ഷേ ഇവൾക്ക് ഭർത്താവിനോടും വളരെ സ്നേഹമുള്ളതുകൊണ്ട് അവർ വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കാനും കടന്നു വന്നു. ആ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന് 2ാമത്തെ ദിവസം ആരാധന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ 2ാമത്തെ ദിവസം ആരാധനയൊക്കെ കഴിയുമ്പോൾ വലിയ സന്തോഷത്തോടെയാണ് എല്ലാവരും പോകുന്നത്. ഈ പെൺകുട്ടി മാത്രം അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. ആ കരഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് അവരെ വിളിച്ചു. ഞങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് അവരെ വിളിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനം അവളോട് പറഞ്ഞു, നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും. ഉടനെ ഇവൾ പറഞ്ഞു, ദൈവം കുഞ്ഞിനെ തരുന്നുണ്ട്, എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത്
കുഞ്ഞ് കിടക്കുന്ന വയറിനകത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ശരിയാവുന്നില്ല, അതുകൊണ്ടാണ് കുഞ്ഞ് മരിക്കുന്നത്. അതിനെന്തോ പ്രോബ്ലം, ഇൻറ്റേർണൽ പ്രോബ്ലം ആണ്. അതിന് ഒരുപാട് സർജറിയൊക്കെ ചെയ്താലും കാര്യമൊന്നുമില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇതെല്ലാം വൈദ്യശാസ്ത്രം പറയുന്ന പ്രശ്നമാണ്. എൻ്റെ ദൈവം പറയുന്നു, നീ ചോദിക്കുക. ഹന്ന ചോദിച്ചിട്ട് സാമുവലിനെ കിട്ടിയ, നീ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിനക്കും ദൈവം ഒരു കുഞ്ഞിനെ, നീ ഇന്ന് തീരുമാനിക്കുക, ദൈവം ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ അതിന് സാമുവൽ എന്ന് പേരിടുന്ന നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഇന്നോട്ട് പ്രാർത്ഥിച്ചോ, ദൈവം നിനക്ക് സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിനക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അന്ന് തന്നെ നിനക്ക് പ്രഗ്നൻ്റ് ആവുന്ന അറിയുന്ന ദിവസം നീ നിൻ്റെ ജോലി രാജിവെച്ച് നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപ്പട്ടണം എന്ന സ്ഥലത്താണ് ഈ സഹോദരിയുടെ വീടായിരുന്നത്. ഈ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഇവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ജോലി രാജിവെച്ച് അവളുടെ ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിൽ ചെന്ന വഴിക്ക് പറഞ്ഞു, വലിയ ആശുപത്രിയിലൊന്നും പോകണ്ട, ആവശ്യമില്ലാത്ത ടെസ്റ്റ് മുഴുവൻ നടത്തി കാശും മേടിച്ച് വയ്ക്കും, ഒരുപക്ഷെ അവർ ആവശ്യമില്ലാത്ത മരുന്നുകളും തരും. അതുകൊണ്ട് സാധാരണ ഒരു ആശുപത്രിയിലേക്ക് പോവുക, ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, പഴയ മെഡിക്കൽ ട്രാക്ക് റെക്കോർഡൊന്നും അവരോട് പറയും വേണ്ട, ഒരു നോർമൽ ട്രീറ്റ്മെൻറ്റിന് പോയാൽ മതി എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞ കാര്യങ്ങളനുസരിച്ചു. അതുപോലെ തന്നെ എല്ലാ മാസവും 14-ാം തീയതി രക്തസാക്ഷിയായ ദൈവസഹായം പിള്ളയുടെ ജന്മസ്ഥലമായ നട്ടാലത്ത് ഞങ്ങൾ ഗ്രൂപ്പ് പോയിട്ട് പ്രാർത്ഥന നടത്താറുണ്ട്. ആ സഹോദരിയുടെ വീടിൻ്റെ അടുത്താണ്. ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ അവിടെ കടന്നു വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അവൾ എല്ലാ മാസവും അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി ആ സഹോദരി അവിടെ കടന്നു വന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു ആംബുലൻസും കൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവരെ വയറാണെങ്കിൽ ഇത്ര വലിയ പെരും വയറായിട്ട് നിൽക്കുകയാണ്. അമ്മ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ അമ്മോട് ചോദിച്ചു, എന്താ ആംബുലൻസ് ആയിട്ട് വന്നിരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് ഇന്ന് പ്രസവിക്കുന്നതാണ്. പക്ഷേ ഇവള് പറയുന്നു ഇന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ആശുപത്രിയിൽ പോവുള്ളൂ എന്ന്. കാണണം അവരുടെ വിശ്വാസം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രസവിക്കുമെന്ന് പറഞ്ഞ ദിവസമായിട്ടും പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വന്നു. ഇനി അവിടെ വെച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ എന്ന് പേടിച്ചിട്ട് ആംബുലൻസും കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും അവിടെ വെച്ച് പ്രസവിച്ചില്ല. പ്രാർത്ഥനാ മീറ്റിംഗ് 4 മണിക്ക് കഴിഞ്ഞ് ഞാനും സഹോദരൻ ഷൈജും റോയും ഞങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവളെ കരിങ്കൽ എന്ന അവിടെ അടുത്തുള്ളൊരു സ്ഥലത്തൊരു ഹോളി ക്രോസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം 15-ാം തീയതി ഏകദേശം ഒരു 3 മണിയായ സമയത്ത് അവൾ ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി. അമ്മയും കുഞ്ഞും ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു. കൈകളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനിത് പറഞ്ഞത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മക്കളില്ലാത്ത ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. കഴിഞ്ഞ കൊല്ലം നവംബർ 14-ാം തീയതി ഈ ദേവസഹായം പിള്ളയുടെ ജന്മഗ്രഹമുള്ള സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന സമയത്ത്, പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ഒരു സഹോദരി കരഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ വിളിച്ചു, എന്തുകൊണ്ടാണ് മോളെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ചു. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് വിശ്വാസമൊക്കെ എനിക്ക് കിട്ടി, പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തതാണ് എൻ്റെ ദുഃഖം എന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ചോദിച്ചപ്പോൾ 400 ഷുഗർ, വയസ്സ് 30 ആയിട്ടുള്ളൂ, ഷുഗർ 400, ലോ പ്രഷർ, തൈറോയിഡ്, 3 പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറഞ്ഞത്. ഞാൻ ഇവളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം ഒരു പ്രൊഫസി ഇവളോട് പറഞ്ഞു, നവംബർ 14 ദിവസം കലണ്ടറിലുണ്ടെങ്കിൽ നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ നവംബർ 14-ാം തീയതി ഞങ്ങളവിടെ കടന്നു വന്ന സമയത്ത് 40 ദിവസം പ്രായമായ ചോരക്കുഞ്ഞിനെയും കൊണ്ട് അവൾ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കൈകളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുപാട് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത ദമ്പതികളെ കണ്ണിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്നേഹിതരുമായിട്ട് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത മക്കളെ ദൈവം മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരെ അബ്രഹാമിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം ഞാനാണ് വഴി, സത്യം, ജീവൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ദൈവമേ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ, 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 ആമേൻ.